ഫ്രണ്ട്സ് കേട്ടോ ജിമ്മിന് ഹീറോയെ പറയായിരുന്നു എടാ നീ അവ കൂടെ കറങ്ങൂടാ എന്ന് പറഞ്ഞ് ജിമ്മിൻ ടോർച്ചായിരുന്നു ജിമ്മിൻ വീടിടി എന്നെ ടോർച്ച് ചെയ്തിട്ട് എന്ന് ജിമ്മിൻ കതറാൻ തുടങ്ങിയായിരുന്നു ഹീറോ ജിമ്മിൻ കൂടെ സ്റ്റേ ചെയ്തായിരുന്നു അതുമാത്രമല്ല ജിമ്മിൻ ആഹാ ടയർഡായിരുന്നു അങ്ങനെ ജിമ്മിന് പോയായിരുന്നു നൈറ്റായിരുന്നു നമ്മളെ വി വന്നായിരുന്നു വി കൂടെ ഹീറോ സ്റ്റേ ചെയ്ത് വി പറഞ്ഞ വീക്ക് പറഞ്ഞ ഒരു സിംഗിങ് പഠിപ്പിക്കാൻ നോക്കിയാൽ ഹീറോ വന്ന് നോക്കുമ്പോൾ വി കൂടെ ഒരു ഗേൾ ഒട്ടായിരുന്നു വീക്കിനെ ടോർച്ചർ ചെയ്തായിരുന്നു വി പറയട്ടെ വീടിടി എന്ന് പറയായിരുന്നു അങ്ങനെ ആയിട്ട് ഇങ്ങനെ ഡേയ്സ് വന്നതാണ് ജങ്കുക്കിനെ വെച്ച് ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയായിരുന്നു ഹീറോയി ജങ്കുക്ക് കൂടെ ഹീറോ സ്റ്റേ ചെയ്തായിരുന്നു അങ്ങനെ കൊണ്ട് ഹീറോ പെഡ്നെട്ടായിരുന്നു ഹീറോയ്ക്ക് വാങ്ങി വീണായിരുന്നു അതുകൊണ്ട് ജിന്നി നോക്കുമ്പോൾ ഹീറോ ബെഡ്നോട്ട് കയറി ജിന്നിക്കാരനായി ജിന്നിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു വീഡിയോസ് നമ്പർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഹീറോയ്ക്ക് കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഹീറോയ്ക്ക് പെട്ടെന്നൊരു കാര്യങ്ങളോട് പറയുന്നു ഹീറോയ്ക്ക് കേൾക്കാൻ ആരെന്തത്ര വളർന്നുള്ളത് കേൾക്കുമ്പോൾ അതൊന്നുമല്ലടി ഡാർലിംഗ് എൻ്റെ ബേബി ഉണ്ട് അതുകൊണ്ട് എങ്ങനെയാണെന്ന് പറയുന്നത് ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഹീറോയ്ക്ക് പ്രസവിച്ച് ഫസ്റ്റ് ബോയ് ബേബി ജിന്ന് മാതിരി ജിന്ന് മാതിരി ഉണ്ടായിരുന്നു ജിന്നിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ജിന്നിൻ്റെ മമ്മിയെ കൊടുത്തത് മമ്മിയുടെ ബേബി എൻ്റെ ഇത് പറയുന്നത് ക്ലീൻ ചെയ്തായിട്ട് എന്ന് നോക്കിയില്ലായിരുന്നു അവർ ഒരു സിസ്റ്റർ എല്ലാവരും എടുത്തുകൊണ്ട് അവരൊന്ന് ബേബീസ് ജിന്നമാർ ഷുഗമാർ അവരൊന്ന് ബേബീസ് ചോദിച്ചാൽ അവർ കയ്യിൽ കൊടുത്തവരുടെ ബേബി അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇങ്ങനെയായിട്ട് ഹീറോ ഗേൾ ബേബി അങ്ങനെ ഓരോ നാൾ അവരൊന്ന് 7 പേരുമാർ കുറച്ച് അവരമാർ കുറച്ച് അവരുമാരുണ്ടേ അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര സാഡായിരുന്നു എന്നെ മതി ഒന്നുമില്ലെന്ന് പറഞ്ഞ ഹീറോ സാഡായിരുന്നു ഡേയ്സ് പോകാൻ തുടങ്ങി അങ്ങനെ നന്നായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി ഇപ്പോൾ ബേബീസ് എല്ലാം വളർന്ന് 7 വയസ്സായ ബേബീസ്ക്ക് ഹീറോയ്ക്ക് ഒരു ഗേൾ ബേബി ജനിച്ചെന്ന് ഹീറോയി മാതിരി 7 ബേബീസ് ഓരോന്ന് ജോലി ചെയ്യാൻ തുടങ്ങി ഹീറോയ്ക്കായിരുന്നു എന്താണ് നീ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മമ്മിക്ക് ചെയ്യുന്നത് മമ്മി റെസ്റ്റ് എടുക്കും മമ്മി എന്ന് പറയട്ടെ ബേബീനെ നോക്കിക്കോ അനീറ്റിനെ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്യാൻ തുടങ്ങിയായിരുന്നു വീട്ടിൽ നമ്പർ അവർ ജോലിയാക്കി വരുമ്പോൾ നോക്കുമ്പോൾ അവർക്ക് ഷാക്ക് എന്താണ് നടക്കുന്നത് വായിക്കുന്നത് 7 പേർ മമ്മി ഡാഡി ഷാക്കായിരുന്നു അത് മാത്രം ഹീറോയുടെ മമ്മി ഡാഡി ഷാക്ക് എന്താണ് നടക്കുന്നത് പറഞ്ഞിട്ട് അത് ജിന്നിന് ബേബി പറഞ്ഞ കിച്ചണിൽ കുക്ക് ചെയ്യാൻ തുടങ്ങിയത് അവിടെ ജോലി കഴിഞ്ഞ അമ്മ ഉണ്ടായിരുന്നു ജിന്നിന് മമ്മി പറയായിരുന്നു അപ്പാ എന്നെ വെച്ച് ടോർച്ചർ ചെയ്യേണ്ട മോനെ ജിന്നിയുടെ ഡാഡി ഒരു കുക്ക് ചെയ്ത് തുടങ്ങിയെടുത്ത് എല്ലാവരും അവിടെ ഇതാക്കിയായിരുന്നു അവിടെ കുക്ക് ജിന്നു മമ്മി പോയായിരുന്നു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു ഒരു അമ്മ ആ ഒരു ആൻറ്റി കൂടെ ഇത് ചെയ്യും എന്ന് പറഞ്ഞ് ആ വേലക്കാരെ ടോർച്ചർ ചെയ്ത് തുടങ്ങിയായിരുന്നു ജിന്നു ബേബി കുക്ക് ചെയ്യാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ ഷുഗറിൻ്റെ ബേബി പറയാൻ തുടങ്ങി ഷുഗറിൻ്റെ ബേബി നോക്കുമായിരുന്നു ഷുഗർ ബേബി നോക്കുമ്പോൾ ഷുഗറിൻ്റെ ബേബി നോക്കും ഷാക്കായിരുന്നു എന്താ എല്ലാവരും ഷുഗറിൻ്റെ ബേബിനെ നോക്കാതെ പറഞ്ഞാൽ ഷുഗർ ബേബി പറഞ്ഞാൽ നല്ല ഉറക്കാണ് എന്താണ് കിടക്കുന്നത് അപ്പോൾ ആറമ്മനും പറയുന്നു എന്താ ഇവിടെ ഉറങ്ങുന്നത് എൻ്റെ മോനെ എവിടെ ജയഹോപ്പ് പറയായിരുന്നു ആറാം പറയായിരുന്നു എൻ്റെ മകനെ 2 പേര് പറയായിരുന്നു ആറാം മുറക്കായിരുന്നു ജയഹോപ്പ് മുറക്കായിരുന്നു എന്താ ആറാം പക്ഷേ ജയഹോപ്പ് ചിരിക്കാറിങ്ങായിരുന്നു എന്തിനാ ആറാം കേൾക്കായിരുന്നു അവിടെ നോക്ക് എൻ്റെ മകന് ബുക്ക് അങ്ങനെ ആറാമിൻ്റെ മകനവിടെ ബുക്ക് എടുത്ത് അവിടെ കുറച്ച് പിള്ളേരുണ്ട് അതെ ആ പിള്ളേർ ക്ലാസ് എടുക്കായിരുന്നു ആറാമിൻ്റെ മകന് ഇവരുടെ ആറാം തലക്കൈ വെച്ചിരുന്നു അത് ആറാമിൻ്റെ മകനെ ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് അവർക്ക് കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ക്ലാസ് എടുക്കാറുണ്ട് ഇതെല്ലാം പഠിച്ച് ഡൗട്ടെല്ലാം പറഞ്ഞു കൊടുക്കാറ് ബോർഡ് വെച്ച് പറഞ്ഞു കൊടുക്കായിരുന്നു ആറാമക്ക് എന്ന് ചിരിക്കായിരുന്നു അപ്പോൾ ആറമ്മ ജയഹപ്പിൻ്റെ മകൻ നോക്കി ചിരിക്കായിരുന്നു ജയഹപ്പ് എന്താണ് അതെന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ ജയഹപ്പിൻ്റെ മകൻ ഒരു ഗേൾ കൂടെ ഡാൻസ് കളിക്കുകയാണ് ഒരു ഗേൾ ജയഹപ്പിൻ്റെ മകൻ്റെ ക്ലാസ് പഠിക്കുന്നത് അതിലൊരു ഗേൾക്ക് ഡാൻസ് പിടിക്കും ജയഹപ്പ് എന്താടാ ചെയ്യുന്നത് ഒന്നുമില്ല ഡാഡി ജയഹപ്പിൻ്റെ കൂടെ കളിക്കുന്ന പെണ്ണ് നല്ല പഠിക്കുന്ന കുട്ടിയാണ് അങ്ങനെ ഡാൻസ് കളിക്കായിരുന്നു ശരിടാ എന്ന് പറയായിരുന്നു നെക്സ്റ്റ് ജിമ്മിൻ നോക്കും അന്ന് ജിമ്മിൻ്റെ ബേബി നോക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് ഡ്രോയിങ്ങിൽ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഫോട്ടോ എടുക്കുന്നത് നോക്കുമ്പോൾ ജിമ്മിക്ക് ഷോക്ക് എന്താടാ നീ ഫോട്ടോ എടുക്കുന്നത് ഇല്ല മോം അല്ല ഡാഡി ഇല്ല ആനിമൽസ് ഫോട്ടോസ് എടുത്തിട്ട് പോസ്റ്റ് കൊടുക്കാൻ എനിക്ക് അവിടെ ഒരു ഒരു ഫോട്ടോ എടുക്കാൻ നിറയെ പോസ്റ്റ് കൊടുത്ത് ഫോട്ടോസ് എടുക്കാമായിരുന്നു അങ്ങനെ നിറയെ ക്യാറ്റിൻ്റെ ഫോട്ടോസ് എടുക്കുമായിരുന്നു അങ്ങനെ ഏതൊരു ലാബ് മാതിരി വെളിയിലാണ് ഫോട്ടോസ് എടുക്കാമായിരുന്നു നിറയെ ക്യാറ്റ് ഫോട്ടോസ് എടുത്ത് അത് ഇങ്ങനെ ഫോട്ടോ പോസ്റ്റ് ചെയ്തായിരുന്നു അങ്ങനെയായിട്ട് ശരി ഓക്കെ ഇപ്പോൾ ജിമ്മിൻ നോക്കിയായിരുന്നു ജിമ്മിനൊക്കെ ഷാക്കായിരുന്നു ശരി ഓക്കെ ഇടാന്ന് പറഞ്ഞായിരുന്നു നെക്സ്റ്റ് വീൻ്റെ ബേബി നോക്കായിരുന്നു
അപ്പോൾ മ്യൂസിക് ഇങ്ങനെ മ്യൂസിക് ചെയ്യായിരുന്നു. അല്ല ഇത് കണ്ട വീക്ക് ഷാക്ക് എന്താടാ നടക്കുന്നത്. അപ്പോൾ ജങ്കുക്ക് ബേബി നോക്കാം. ജങ്കുക്ക് ബേബി പറഞ്ഞാൽ ഭയങ്കര കുർത്തക്കേട്, ഭയങ്കര കുർത്തിക്കേട് കാട്ടുമായിരുന്നു. എന്താടാ ഇത് ചെയ്യുന്നത്, എനിക്ക് ബനാന കേക്ക് വേണം എന്ന് പറഞ്ഞു അവിടെ ഒരു ആൻറ്റി ടോർച്ച് ചെയ്യായിരുന്നു. എനിക്ക് ഇത് വേണം എന്ന് പറഞ്ഞായിരുന്നു. അതോടെ അവർക്ക് ഫുഡ് കുറിച്ചിട്ട് പറയായിരുന്നു. അവിടെ ആൻറ്റി ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കായിരുന്നു. ഇത് കണ്ട ചങ്ക് എന്ന് പറഞ്ഞാൽ ഗേൾ ബേബി നോക്കാം. ഗേൾ ബേബി എല്ലാവരും ശ്രദ്ധിച്ച് നോക്കായിരുന്നു. എന്താടാ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗേൾ ബേബി അവിടെ കാർട്ടൂൺ ഇട്ട് കൊച്ചടി കാർട്ടൂൺ നോക്കിയിട്ടുണ്ടായിരുന്നു. ഹീറോയി ബേബിനെ കുറിച്ച് കാറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീറോയിൻ്റെ ബേബിക്ക് 1 വയസ്സായി. ഹീറോയി എല്ലാ കുർത്തക്കേട് എന്ന് പറഞ്ഞു. ഹീറോയിൻ ഉറുക്കായിരുന്നു 7 വരെ. അങ്ങനെ പീറ്റേഴ്സ് നമ്പറിൽ പുറകിലേക്ക് അവരെല്ലാവരും കൊറിയൻ പോയിട്ട് പഠിച്ചിട്ട് വന്നതായിരുന്നു. അതുമാത്രം അവർ പുറകിൽ ഒരു ഗോൾ നടക്കായിരുന്നു. മിനി എന്നിട്ട് ആ പെണ്ണ് വന്നായിരുന്നു. പീറ്റേഴ്സ് നമ്പറോട് പറയുന്നത് നമുക്ക് മാരേജ് കഴിക്കാം എന്ന് പറയായിരുന്നു. എന്നിട്ട് ഹീറോമാർ വീട്ടിലേക്ക് വന്നിട്ട് ബേബി നമ്മൾ 2 പേരും മാരേജ് ചെയ്യുക. 7 ബേബി കേൾക്കായിരുന്നു. എൻ്റെ മാരേജ് ഓൾറെഡി ഞങ്ങൾ ഇങ്ങനെ കേൾക്കായിരുന്നു. ഞങ്ങൾ ഡാഡിന് മാരേജ് കഴിക്കുന്നത് എന്നെ കേൾക്കായിരുന്നു. 7 വരെ തീർത്ത് നോക്കുക. ബേബീസ് ഇതെന്തിടാ നിങ്ങളെ മാതിരിയുണ്ട് എന്ന് പറയുന്നത്. എനിക്ക് മാരേജായി അവിടെ നോക്ക് ഒരു ബേബി കിടന്ന ഗേൾ ബേബി അത് ഹീറോയെ മാതിരിയുള്ളത്. അത് ഞങ്ങൾ തന്നെ എന്ന് പറയാം. അവർക്ക് ആവണക്ക് ഷാക്കായിരുന്നു. എന്നാൽ ഡാഡി മമ്മി വന്ന് ഹീറോയിനെ അല്ല ഓർബിറ്റ് സമ്മർ മാരേജ് കഴിക്കാമെന്ന് സംസാരിക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സംസാരിക്കാൻ നോക്കിയായിരുന്നു. ആ പെണ്ണ് വീട് ചേഞ്ച് ആയി. അവർക്ക് മമ്മി ഡാഡി ഇല്ലപ്പ അവർക്ക് മാരേജ് ആയി എന്ന് പറയുമ്പോൾ ഷോക്കായിരുന്നു. എന്താ മാരേജ് ആയെന്ന് പറഞ്ഞാൽ അവളെ മമ്മിക്ക് ശരി ഓക്കെ വേറെ ഇല്ല എന്ന് പറഞ്ഞാൽ അവളവിടെ പോയി കൊറിയൻ പോയി അവിടെ ഒരു വേറെ ആളെ മാരേജ് കഴിച്ച് സെറ്റിലായിരുന്നു. ഹീറോയ്ക്ക് പീറ്റേഴ്സ് ബമ്പറിൻ്റെ കൂടെ ജോളിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ബേബീസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ബേബീസ് കൂടെ ഹീറോയിൻ ഡാൻസ് ചെയ്തായിരുന്നു. അതിനായിട്ട് ബേബീസ് എല്ലാം പറയും മമ്മി എന്ന് പറഞ്ഞ ഹീറോയിൻ ഹക്ക് ചെയ്തായിരുന്നു. ബേബീസ് അങ്ങനെ ഹീറോയിൻ നന്നൊരു കാര്യം ചെയ്യുന്നത് ഫാമിലി ഫോട്ടോസ് എടുത്തായിരുന്നു. ഹീറോയിൻ ഒരു 7 പേർ എന്തെല്ലാം ചെയ്യുന്നതാണ്. ഹീറോയ്ക്ക് ജലസ് ഭയങ്കര ഒത്തിട്ട് പോകുന്നു. പാവം ഹീറോയിൻ ടോർച്ച് ചെയ്യുന്നത്. ഹീറോയിൻ ബേബി കൂടെ ഹീറോയിൻ ഡാൻസ് ചെയ്ത് ഹീറോയിൻ ഇതിനായിട്ട് ഭയങ്കര ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്. ബൈ ടാറ്റാ.